മോളെ വിദ്യേ, നമുക്ക് വിരുന്നുകാരൊക്കെ വരുന്നില്ലയോ? കറി വെക്കാൻ എന്തോ മോളെ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആകാശവെള്ളരി ഇനി പറിച്ചെടുത്താലേ മോളതിഞ്ഞ് പറിക്ക്, നമുക്ക് ഒരു തീയൽ വെക്കാം. ഏതാണ്ട് ഒരെണ്ണോടുണ്ട്. അതാണ്ട് ഇതാണ് ആകാശവെള്ളരി. ഇത് തീയൽ വെക്കാനും അതുപോലെ തന്നെ ഇത് തോരൻ വെക്കാനും എല്ലാം വളരെ നല്ലതാണ്. ഇതിനകത്തൊരു മാതളം പോലെ ഉണ്ട്, അത് നമുക്ക് കഴിക്കാനും നല്ലതാണ്. അല്ലാതെ ഈ മറ്റ് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നവരെ കഴിക്കാനും നല്ലതാണ്. നമുക്കതൊന്ന് കണ്ടിച്ച് വൃത്തിയാക്കിക്കൊണ്ട് വരാം. ഇതേ ചൊവ്വേ വിളഞ്ഞിട്ടില്ല, അതാ കണ്ടോ, ഇത് നല്ല വിളഞ്ഞെങ്കിലേ ഇത് തിന്നാൻ പരുവാകത്തുള്ളൂ. എങ്കിൽ കുഴപ്പമില്ല, ചെറിയൊരു പുളി ഉണ്ടെന്നേ ഉള്ളൂ, മധുരം ചൊവ്വേ ആയിട്ടില്ല. സാധാരണ തീയൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഇത് ഞാൻ വെള്ളരിക്ക് ആകാശ വെള്ളരി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചെറിയുള്ളിയാണ് തീയലിനൊക്കെ വളരെ രുചി. ചെറിയുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, തക്കാളിപ്പഴം, പിന്നെ ഞാൻ താണ്ടെ അരച്ച് വെച്ചിരിക്കുകയാണ്. അരപ്പിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് തേങ്ങ വറുത്തരച്ചതാണ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഞാൻ അരച്ച് വെച്ചിരിക്കുകയാണ്. ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ തീയൽ വെക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടി വെച്ചാൽ ഇച്ചിരി രുചി കൂടും. ചട്ടിയാണെന്നും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 കടുക് അതിനകത്തിട്ട് അത് പൊട്ടുമ്പോൾ ബാക്കി സാധനം എല്ലായിട്ട് വാട്ടി ഞാൻ തീയൽ വെക്കും. വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർത്ത് എല്ലാം റെഡി ആകുമ്പോൾ വേകുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ ആകാശവെള്ളരി തീയൽ തയ്യാറായിട്ടുണ്ട്. ഞാനിങ്ങോട്ട് ഇറക്കി വയ്ക്കുന്നു. ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇതുപോലെയുള്ള നല്ല വീഡിയോ കാണാൻ ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ലൈക്കും കമൻറ്റും ചെയ്യുവാനും കൊണ്ട് നിങ്ങൾ മറക്കരുത്. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മോളെ വിദ്യേ, നമുക്ക് വിരുന്നുകാരൊക്കെ വരുന്നില്ലയോ? കറി വെക്കാൻ എന്തോ മോളെ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആകാശവെള്ളരി ഇനി പറിച്ചെടുത്താലേ മോളതിഞ്ഞ് പറിക്ക്, നമുക്ക് ഒരു തീയൽ വെക്കാം. ഏതാണ്ട് ഒരെണ്ണോടുണ്ട്. അതാണ്ട് ഇതാണ് ആകാശവെള്ളരി. ഇത് തീയൽ വെക്കാനും അതുപോലെ തന്നെ ഇത് തോരൻ വെക്കാനും എല്ലാം വളരെ നല്ലതാണ്. ഇതിനകത്തൊരു മാതളം പോലെ ഉണ്ട്, അത് നമുക്ക് കഴിക്കാനും നല്ലതാണ്. അല്ലാതെ ഈ മറ്റ് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നവരെ കഴിക്കാനും നല്ലതാണ്. നമുക്കതൊന്ന് കണ്ടിച്ച് വൃത്തിയാക്കിക്കൊണ്ട് വരാം. ഇതേ ചൊവ്വേ വിളഞ്ഞിട്ടില്ല, അതാ കണ്ടോ, ഇത് നല്ല വിളഞ്ഞെങ്കിലേ ഇത് തിന്നാൻ പരുവാകത്തുള്ളൂ. എങ്കിൽ കുഴപ്പമില്ല, ചെറിയൊരു പുളി ഉണ്ടെന്നേ ഉള്ളൂ, മധുരം ചൊവ്വേ ആയിട്ടില്ല. സാധാരണ തീയൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഇത് ഞാൻ ആകാശ വെള്ളരി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചെറിയുള്ളിയാണ് തീയലിനൊക്കെ വളരെ രുചി. ചെറിയുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, തക്കാളിപ്പഴം, പിന്നെ ഞാൻ താണ്ടെ അരച്ച് വെച്ചിരിക്കുകയാണ്. അരപ്പിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് തേങ്ങ വറുത്തരച്ചതാണ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഞാൻ അരച്ച് വെച്ചിരിക്കുകയാണ്. ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ തീയൽ വെക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടി വെച്ചാൽ ഇച്ചിരി രുചി കൂടും. ചട്ടിയാണെന്നും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 കടുക് അതിനകത്തിട്ട് അത് പൊട്ടുമ്പോൾ
ബാക്കി സാധനമെല്ലാം ഇട്ട് വാട്ടി ഞാൻ തീയൽ വെക്കും. നമ്മുടെ ആകാശവെള്ളരി തീയൽ തയ്യാറായിട്ടുണ്ട്. ഞാനിങ്ങോട്ട് ഇറക്കി വയ്ക്കുന്നു. ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇതുപോലെയുള്ള നല്ല വീഡിയോ കാണാൻ ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ലൈക്കും കമൻറ്റും ചെയ്യുവാനും കൊണ്ട് നിങ്ങൾ മറക്കരുത്. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.